ഹായ് ആൾ, വെൽക്കം ടു ഫസേറ ഫാഷൻ. ഫസേറ ഫാഷൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നവംബർ 2024 വന്നിരിക്കുന്നു. സാധാരണ ഒക്ടോബറിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്, ഡിസംബറിലാണ് എക്സാം നടക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ നവംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്, നമുക്ക് ജനുവരിയിലാണ് എക്സാം ഉള്ളത്. അപ്പോൾ എന്താണ് കേട്ടറ്റ് എന്നുള്ളതും അതോടൊപ്പം തന്നെ കേട്ടറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ ചെയ്യേണ്ട മാർക്ക്, ഇതിൻ്റെ ഏജ് ലിമിറ്റ്, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഡെമോ വീഡിയോ കൂടിയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേട്ടറ്റ് നമുക്കറിയാം 4 കാറ്റഗറി ആയിട്ടുള്ളത്. കാറ്റഗറി 1, 2, 3, 4. ബേസിക് ആയിട്ട് അറിയാത്ത ആളുകൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയാത്തുണ്ടാവുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും കേട്ടറ്റ് 4 കാറ്റഗറി ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. കേട്ടറ്റിനെ കുറിച്ച് കേട്ടവർക്ക് അറിയുന്നതായിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് കേട്ടറ്റ് 4 കാറ്റഗറി എന്നുള്ള കാര്യം അറിയാൻ സാധ്യത കുറവാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഞാൻ കേട്ടറ്റ് 2ഉം 3ഉം ക്വാളിഫൈഡ് ആണ്, എനിക്ക് ഇനി 4 എഴുതാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. ഫസേറ ബേസ് ചെയ്തിരിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സസും PSന്റെ കോച്ചിങ്ങുമാണ് ഫസേറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് കേട്ടറ്റ് കാറ്റഗറി 4 ആണ്. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 4ന്റെ അല്ലെങ്കിൽ ഏതൊരു കേട്ടറ്റിന്റെയും എക്സാം ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. 500 റുപ്പീസ് ആണ് നോർമൽ എക്സാം ഫീസ് എന്ന് പറയുന്നത്. അതേപോലെ SC/ST വിഭാഗക്കാർക്കും അതേപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും 50% ഇളവുണ്ടായിരിക്കും. 250 രൂപയാണ് എക്സാമിന്റെ ഫീസ് വരുന്നത്. ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ ഓൺലൈൻ ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും കാർഡോ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPI വെച്ചിട്ടായിരിക്കും ഡയറക്റ്റ് ആണ് നിങ്ങളിത് പേയ്മെന്റ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നോക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നോക്കേണ്ടത്. രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇറങ്ങി. 5-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത്. 11-ാം തീയതിക്ക് ശേഷമായിരുന്നു 11-ാം തീയതി മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയം വന്നത്. അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്യാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനും ഫീസ് അടക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. അതായത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 ദിവസമാണ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ടൈം ഉള്ളൂ. ആ 9 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാവരും ഇതിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഫൈനൽ പ്രിന്റ് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കാനുള്ള ഡേറ്റും 20-ാം തീയതി തന്നെയാണ്. അതിനുശേഷം നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാനോ ഫീസ് അടക്കാനോ കഴിയുന്നതല്ല. പിന്നെ ഹാൾ ടിക്കറ്റ് ആണ്. എക്സാമിനോടനുബന്ധിച്ച് ഹാൾ ടിക്കറ്റ് വരും. ജനുവരി 8-ാം തീയതിയാണ് ഹാൾ ടിക്കറ്റ് വരിക. 2025 ജനുവരി 8-ാം തീയതിയാണ് ഹാൾ ടിക്കറ്റ് വരിക. അപ്പോൾ എക്സാമിന്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് ഹാൾ ടിക്കറ്റ് വരിക. ഇനി എക്സാമിന്റെ ഡേറ്റ് എന്നാന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എക്സാമിന്റെ ഡേറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിങ്ങനെ പ്രത്യേകം തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി 4ന്റെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 19/1/2025 ആണ്. കാറ്റഗറി 3ഉം കാറ്റഗറി 4ഉം 19/1 ജനുവരി 19-നാണ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. ഞായറാഴ്ചയാണ്. അത് രാവിലെ കേട്ടറ്റ് കാറ്റഗറി 3ഉം നടക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4:30 വരെ 2:30 മണി കേട്ടറ്റ് കാറ്റഗറി 4ഉം ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഫോട്ടോ എടുത്ത പേരോ അതേപോലെ തന്നെ ഡേറ്റോ രേഖപ്പെടുത്തേണ്ടതില്ല. നമ്മൾ നോർമലി PSന്റെ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഫോട്ടോമ പേരും അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഫോട്ടോമ നമ്മളുടെ പേരും അതോടൊപ്പം തന്നെ ഫോട്ടോ എടുത്തൊരു ഡേറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിന്റെ ആവശ്യം ഇതിലില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ KPSC അല്ലെങ്കിൽ മറ്റു സീലുകളൊന്നും രേഖപ്പെടുത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ PSCക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഫോട്ടോ സൈസ് ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി KPSCന്റെ സീല് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും അല്ലെങ്കിൽ സീൽ അടിച്ച ഫോട്ടോസ് ഉപയോഗിച്ച ഫോട്ടോസ് ഒന്നും ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ഇതേ ഫോട്ടോ തന്നെ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും വരിക. അപ്പോൾ നല്ല ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൽ വരുന്ന ഫോട്ടോയും ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു സിംഗിൾ കളർ, ഏറ്റവും ബെറ്റർ വൈറ്റ് ആകാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വൈറ്റ് ആക്കുന്നതാണ്. ദെൻ ഫോട്ടോ വ്യക്തമായിരിക്കണം, സെൽഫി പാടില്ല. പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പണ സമയത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോ തന്നെയാണ് കേട്ടറ്റ് സർട്ടിഫിക്കറ്റിലും ഉൾപ്പെടുത്തുന്നത്. പരീക്ഷാർത്ഥിയെ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നതിനാൽ വിജ്ഞാപന പ്രകാരമുള്ള ഫോട്ടോ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അത് അവർ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ഈ ഫോട്ടോ തന്നെ ആയിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിലും വരിക. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സെയിം ഫോട്ടോ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്.
അടുത്തത് പറയാനുള്ളത് പരീക്ഷാ ഘടനയും ഉള്ളടക്കമാണ്. അതായത് എങ്ങനെയാണ് നമ്മളുടെ പരീക്ഷയുടെ സ്ട്രക്ചർ എന്ന് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ പരീക്ഷയ്ക്ക് 3 പാർട്ടായിട്ട് ഉണ്ടായിരിക്കുക. ആ 3 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ സെറ്റ് എന്ന് പറയുന്നത് ശിശു വികസനം, ബോധനശാസ്ത്രം, അധ്യാപന അഭിരുചി. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. ടോട്ടല് 30 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്നുള്ള രീതിയിൽ 30 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ സാധാരണ പറയുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറഞ്ഞ ഭാഗമാണ് ഈ ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഭാഷ, ലാംഗ്വേജ് ആണ്. അത് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ. ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെ ആയിരിക്കണം, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ തന്നെ ആയിരിക്കണം നമ്മൾ OMRലും കറുപ്പിച്ചിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമ്മളുടെ OMR അസാധുവായിട്ട് കണക്കാക്കുന്നതായിരിക്കും. അപ്പൊ അതിലെന്ന് പറയുന്നത് ലാംഗ്വേജിന് 40 മാർക്കാണ്, 40 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ കാറ്റഗറി ഫോർ സ്വിങ് ആയതുകൊണ്ട് ഇതിൽ സ്വിങ്ങുമായി ബന്ധപ്പെട്ടുള്ള 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, 80 മാർക്കിന്. അപ്പൊ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 150 ആണ്. 150 മാർക്കിലോട്ടായിരിക്കും ഈ 3 പാർട്ടിലും കൂടി ആയിട്ടുള്ള എക്സാം നടക്കുക. ഇനി പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്ത പഠിതാക്കളുടെ സ്വഭാവ സവിശേഷതകളും ആവശ്യങ്ങളും മനഃശാസ്ത്രവും മനസ്സിലാക്കി പഠനത്തെ അനായാസമാക്കി തീർക്കാനുള്ള കഴിവ് അളക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. പാർട്ട് 2 എന്ന് പറയുന്നത് ബോധന മാധ്യമത്തിലെ ശേഷിയും കാര്യക്ഷമതയും അളക്കുന്നതിനുള്ള ചോദ്യങ്ങളാണ് ഭാഷ, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് ബോധന തലത്തിൽ പ്രസ്തുത സ്പെഷ്യൽ വിഷയത്തെ മനസ്സിലാക്കുന്നതിനും ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ഉള്ള കഴിവ് അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഇതിന് ക്വാളിഫിക്കേഷൻ മാർക്ക് നമുക്ക് എത്ര കിട്ടിയാലാണ് പാസ്സാകാൻ. പല ആളുകളും കേട്ടറ്റിലെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് പറയാറുണ്ട്. കേട്ടറ്റ് ശരിക്കും ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആയതുകൊണ്ട് അതിന് ക്വാളിഫിക്കേഷൻ മാർക്ക് എന്നാണ് പറയാറുള്ളത്. കാരണം ആ മാർക്കിന്റെ മുകളിൽ കിട്ടുന്ന എല്ലാവരും അതെന്താണ്, ക്വാളിഫൈഡ് ആണ്. അതിലൊരു ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളോ അതിലില്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് കേട്ടറ്റിന്റെ ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 60%. അപ്പൊ 150-ൽ 90 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് പാസ്സാകാൻ പറ്റും. 150-ൽ 60% എന്ന് പറയുമ്പോൾ 90 മാർക്കാണ് വരുന്നത്. ദെൻ SC, ST, OBC, OEC വിഭാഗക്കാർക്ക് 55% മാർക്ക് മതി, 60 വേണ്ട. അപ്പൊ 82 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ OBC വിഭാഗക്കാർക്കും കാര്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു 5% ഇളവ് നൽകിയിട്ടുണ്ട്, പാസ്സാക്കാൻ പറ്റും. അപ്പോൾ OBCയോ SCയോ STയോ ആണെന്നുണ്ടെങ്കിൽ, OEC ആണെങ്കിൽ നിങ്ങൾക്ക് 82 മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ SC ആണോ ST ആണോ OBC ആണോ എന്നുള്ളത് കൊടുക്കേണ്ടത്. അത് കൃത്യമായി കൊടുത്താൽ മാത്രമേ നമുക്ക് 82 മാർക്ക് കിട്ടിയാൽ നമ്മൾ പാസ്സായിട്ടായിട്ട് കണക്കാക്കുകയുള്ളൂ. ദെൻ അടുത്തത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് 75 മാർക്ക് മതി. 50% മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പാസ്സായതായിട്ട് അവരെ ക്വാളിഫൈ ചെയ്തായിട്ട് കണക്കാക്കുന്നതാണ്. ദെൻ നെഗറ്റീവ് മാർക്ക്, നമ്മൾ സാധാരണ PSC എക്സാം എഴുതുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നെഗറ്റീവ് മാർക്കിന്റെ കാര്യം അല്ലേ. അപ്പൊ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നത് ഇതിൽ കേട്ടറ്റിൽ എക്സാമിന് ഒരിക്കലും നെഗറ്റീവ് മാർക്ക് ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്വാളിഫിക്കേഷൻ എക്സാം ആണ്, ഒരു ക്വാളിഫൈ ചെയ്യേണ്ട എക്സാം ആണ്. ആ എക്സാമിൽ ജസ്റ്റ് ക്വാളിഫൈ ആകുക എന്നുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആയതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടുത്താത്തത്. പിന്നെ ഒരു തവണ കേട്ടറ്റ് പരീക്ഷ ജയിച്ചവർക്ക് വീണ്ടും ആ കാറ്റഗറിയിൽ ഒരിക്കലും എഴുതാൻ സാധിക്കുകയില്ല എന്നുള്ള പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേട്ടറ്റ് പരീക്ഷ എഴുതുന്നതിന് ഒരിക്കലും ഒരു ഏജ് ലിമിറ്റ് ഇല്ല. എത്ര വയസ്സുള്ള ആളുകൾക്കും വേണമെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് അടുത്തത് പരീക്ഷാ ഫീസ് ആണ്. പരീക്ഷാ ഫീസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു തവണ കൂടി സൂചിപ്പിക്കുകയാണ്. ജനറൽ വിഭാഗത്തിന് 500 രൂപയും SC ST വിഭാഗക്കാർക്ക് 250 രൂപയുമാണ് ഫീസ് വരുന്നത്. ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ആ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് കേട്ടറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കേട്ടറ്റ് ആപ്ലിക്കേഷൻ എന്നോ കേട്ടറ്റ് 2024 എന്നോ കേട്ടറ്റ് നവംബർ 2024 എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കേട്ടറ്റിന്റെ ഫസ്റ്റ് സൈറ്റിലോട്ട് നിങ്ങൾക്ക് പോകുന്നത് കാണാൻ പറ്റും. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള ഫസ്റ്റ് സൈറ്റ് കാണാൻ പറ്റും. ഇതിൽ ജസ്റ്റ് നിങ്ങൾ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലോട്ട് പോകും. ഇതാണ് നമ്മളുടെ കേരള പരീക്ഷാ ഭവന്റെ കേട്ടറ്റിന്റെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടറ്റ് നവംബർ 2024 രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ കഴിയും. കഴിഞ്ഞ തവണത്തെ കേട്ടറ്റിന്റെ റിസൾട്ട് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഈ ക്ലിക്ക് ഹിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നോട്ടിഫിക്കേഷന് PDF ആയിട്ട് ഡൗൺലോഡ് ആവും. ഈ PDF നോട്ടിഫിക്കേഷൻ ഫുള്ള് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലോട്ട് പോകുന്നില്ല. അതിനുശേഷം ഇവിടെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഇരിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ അവർ പറഞ്ഞ സൈസിലുള്ള ഫോട്ടോ റെഡിയാക്കി വെക്കുക. അത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ കേട്ടൻ്റെ രജിസ്ട്രേഷന് ഫസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മളെ ഒരു രജിസ്ട്രേഷൻ്റെ സൈറ്റിലോട്ട് പോവുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് മുതൽ എന്ന് വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്. അതായത് ഏതൊക്കെ ഡേറ്റ് മുതൽ ഏതൊക്കെ ഡേറ്റ് വരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത് കാണാൻ പറ്റും. ഫൈനൽ രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് ഔട്ടും നമുക്ക് എന്ന് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, എക്സാമിനേഷൻ ടൈം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ സിലബസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും അതിന്റെ കംപ്ലീറ്റ്ലി സിലബസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ സിലബസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡൗൺലോഡ് ആയിട്ട് എടുക്കും. ഇതിൽ നമ്മളുടെ സബ്ജക്റ്റ് ഏതാണോ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ സിലബസ് എടുക്കാവുന്നതാണ്. ഇതിൽ കേട്ടറ്റ് കാറ്റഗറി 4 സ്പെഷ്യൽ സബ്ജക്റ്റുകളായതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിന്റെ സിലബസും ഒന്നിച്ചാണ് ഡൗൺലോഡ് ആയിട്ട് വരിക. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ന്യൂ രജിസ്ട്രേഷനിലാണ്. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയും, ഇൻഫർമേഷൻസ് ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ രജിസ്ട്രേഷൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് വരും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫോട്ടോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചു എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതായത് ഫോട്ടോന്റെ സൈസ് 150x200 പിക്സൽ വിത്ത് സൈസ് ബിറ്റ്വീൻ 20 KB to 30 KB എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഫോട്ടോന്റെ സൈസ് ഈ സൈസ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കുക. ഇനി സൈസ് അല്ലാത്ത ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട്, ഇന്ന് കാലത്ത് ഫോട്ടോ സൈസ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഒന്ന് എങ്ങനെയാണോ കറക്റ്റ് സൈസിലോട്ട് ആക്കുന്നത് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം തന്നെ മറ്റൊരു വിൻഡോ ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ ഇതിൽ എങ്ങനെയാണ് ഫോട്ടോന്റെ സൈസ് കുറക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിളിൽ നമുക്ക് ഈ പിക്ക് സൈസ് റെഡ്യൂസർ എന്നോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സൈറ്റുകൾ വരും. അതിൽ ഇമേജ് റീസൈസർ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. ഇമേജ് റീസൈസർ ഇത് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണ്, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിലോട്ട് കയറാൻ പറ്റും. ഈ സൈറ്റിലോട്ട് ജസ്റ്റ് കയറുന്നതോട് നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നു. നമ്മളിവിടെ സെലക്ട് ഇമേജ് കൊടുത്തിട്ട് നമ്മൾ തൽക്കാലം സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു സാമ്പിളായിട്ട് ഫോട്ടോ ഇവിടെ നിന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഇവിടെ അപ്ലോഡിങ് നിറയാണ് നിങ്ങൾ കാണിക്കും. അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട ഹൈറ്റും വിഡ്ത്തും ഹൈറ്റും അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ നോട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 150x200 പിക്സലിലാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ 20-30 KB അടിയിലാണ് ഫയൽ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 150x200 പിക്സൽ അടിച്ചു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഇവിടെ സൈസ് ചോദിക്കുന്നുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 20-30 ഇടയിലാണ് നമ്മളോട് സൈസ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ 25 എടുത്തു. 25 KB സൈസിൻ്റെ ഉള്ളിലായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ റീസൈസ് കൊടുക്കുകയാണ്. റീസൈസ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ പിക്ചർ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു സൈസിലോട്ട് വരും. അപ്പോൾ നമ്മൾ കൊടുത്ത സൈസ് തന്നെ ഒറിജിനൽ 150x200 ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് 150x200 ആണ്. അതോടൊപ്പം തന്നെ സൈസ് 22 ആണ്. 20-30 ഇടയിലാണ് വേണ്ടത്. നമുക്ക് കറക്റ്റ് സൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത പിക്ചർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം അവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ഫോട്ടോ 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു പിക്ചർ ഓൾറെഡി നമ്മൾ റീസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നമ്മളുടെ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷനിലോട്ട് പോകാം. അപ്പോൾ രജിസ്ട്രേഷനിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഏത് ഇതിലാണ് രജിസ്റ്റർ ചെയ്യുന്ന ഓരോരോ ഓപ്ഷൻസ് കറക്റ്റ് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കുക. വെദർ എംപ്ലോയ്ഡ് ആസ് എ ടീച്ചർ എന്ന് ചോദിക്കുന്നത് നിലവിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. അത് ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിന് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമ്മൾ വേറെ സ്കൂളിലൊന്നും വർക്ക് ചെയ്യാത്ത ഒരാൾ പുതിയൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോ കൊടുക്കുക, ടീച്ചറായി വർക്ക് ചെയ്യുന്നില്ല. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എന്താണ് പെൻ നമ്പർ, എന്താണ് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. പിന്നെ കൊടുത്തിട്ട് നമ്മളുടെ പോസ്റ്റ് ഏതാണ്, നമുക്ക് ഏത് സെക്ഷനിലോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ കാറ്റഗറി 4 ആണ് കൊടുക്കുന്നത് അല്ലേ. കാറ്റഗറി 4 കൊടുത്തപ്പോൾ നമുക്കിവിടെ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. എന്താണ് വന്നിട്ടുള്ളത്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് കാറ്റഗറി 4. ലാംഗ്വേജ് ഏതാണ് വേണ്ടത്, മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്. നമുക്ക് ഏതാണ് വേണ്ടത്, ഞാൻ എന്ത് ചെയ്തു, മലയാളം കൊടുത്തു. ലാംഗ്വേജ് എനിക്ക് ലാംഗ്വേജ് മലയാളമാണ് വേണ്ടത് എക്സാമിന്, അപ്പോൾ മലയാളം കൊടുത്തു. ദെൻ സബ്ജക്റ്റ് കാറ്റഗറി 4 ഏത് സബ്ജക്റ്റ് ആണ് എന്നുള്ളത്. കാറ്റഗറി 4 സ്വിങ് ആയതുകൊണ്ട്
ഞാൻ ജസ്റ്റ് ഇവിടെ സ്യൂയിങ് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നു ഓപ്ഷൻ വന്നു യു സെലക്റ്റഡ് സബ്ജക്റ്റ് സ്യൂയിങ് കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കണ്ട, ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഞാൻ മിനിമം ക്വാളിഫിക്കേഷൻ, ഇതിന് വേണ്ടിയുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 3 ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ KGT കഴിഞ്ഞ ആളുകളാണെങ്കിൽ KGT കൊടുക്കുക, FDGT കഴിഞ്ഞ ആളുകളാണെങ്കിൽ FDGTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക, ഡിപ്ലോമ കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഡിപ്ലോമ കൊടുക്കുക. അപ്പോൾ എന്താണോ കഴിഞ്ഞ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. FDGT കഴിഞ്ഞ ആളുകൾ എല്ലാവരും ഈ ഒരു ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഇക്വലന്റ് SSLC/ഇക്വലന്റ് ആൻഡ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് KGT MGT ഹയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ SLCന്റെ KGT ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് SLCന്റെ രജിസ്റ്റർ നമ്പർ എത്രയാണോ, നമ്മളുടെ SLCന്റെ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കുമല്ലോ, ആ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത്, SLC എല്ലാവരും അധികം പരീക്ഷാ ഭവന്റെ രീതിയിൽ തന്നെ ആയിരിക്കും, ഹയർ എഡ്യൂക്കേഷൻ ബോർഡ് തന്നെ ആയിരിക്കും, കേരളത്തിന്റെ എഡ്യൂക്കേഷൻ ബോർഡ് തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി ബോർഡ് എന്താണോ നിങ്ങളുടെ SLC ബുക്ക് നോക്കിയിട്ട് അതേപോലെ തന്നെ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഏത് സ്ഥാപനത്തിലാണോ പഠിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് കൊടുക്കുക. ഏത് വർഷമാണോ SLC പാസ്സായതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് SLC പാസ്സായ വർഷം ഏതാണോ ആ പാസ്സായ വർഷം എന്ത് ചെയ്യുക, അതിൽ മാർക്ക് ചെയ്യുക. ദെൻ അതിന്റെ ഗ്രേഡ് മാർക്കില്ല, അത് നമ്മളുടെ ആ വർഷത്തിനനുസരിച്ചുള്ള ഗ്രേഡ് ആണോ പെർസെൻറ്റേജ് ആണോ എന്നുള്ളത് ഇവിടെ വരും. ദെൻ KGT MGT അവിടെ നമ്മളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ എന്നുള്ളത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ FDGT സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും അവരുടെ സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടായിരിക്കും, ഈ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയത് കൊണ്ട്. അപ്പോൾ ആ രജിസ്റ്റർ നമ്പറാണ് അവർ കൊടുക്കേണ്ടത്. ദെൻ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ചോദിക്കുന്നുണ്ട്, നമ്മൾ ഏത് ബോർഡിക്ക് ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണോ നമ്മളെ ഫാഷൻ ഡിസൈനിങ് എന്ന ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുള്ളത് അതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ FDGT ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് എന്ന് കൊടുത്താൽ മതി, എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ ഒന്ന് കൊടുക്കുന്നു. ദെൻ ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് റാൻഡായിട്ട് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാണ്. ദെൻ ഏത് വർഷമാണോ പാസ് ഔട്ട് എന്നുണ്ടെങ്കിൽ ആ വർഷം പാസ് ഔട്ട് ആണ് വർഷം കൊടുക്കുക. 2024 ആണെങ്കിൽ 2024, 2023 ആണെങ്കിൽ 23, 2020 ആണെങ്കിൽ 20 പാസ് ഔട്ടിന്റെ കാര്യം കൊടുക്കുക. അതോടൊപ്പം തന്നെ പെർസെൻറ്റേജ് എത്ര മാർക്കാണോ പെർസെൻറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്ക് കൊടുക്കുക, ഒരു 60-70% മാർക്കും കൊടുക്കുക. ദെൻ ഇത് നമ്മളുടെ ബേസിക് അല്ല ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങളാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആണ്. കാൻഡിഡേറ്റ്സിന്റെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ എക്സാമിനേഷൻ സെന്റർ സെലക്ട് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് സെലക്ടഡ് ആസ് എക്സാം സെന്റർ. നമ്മൾ ഏത് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിലാണോ നമുക്ക് എക്സാം സെന്റർ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എനിക്ക് കോഴിക്കോടാണ് വേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, കോഴിക്കോട് സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അല്ല, എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റ് മാത്രമല്ല ഉണ്ടാകുക, തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ ജില്ലക്ക് അനുസരിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വിദ്യാഭ്യാസ ജില്ല ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ SLC ബുക്കിൽ എന്താണോ പേരുള്ളത് എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് പേര് തന്നെ അവിടെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് റാൻഡായിട്ട് കൊടുക്കുകയാണ്. ഫാദറിന്റെ പേര് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിലീജിയൻ സെലക്ട് ചെയ്യുക. ഇവിടെയാണ് നമ്മളുടെ റിലീജിയനും കാസ്റ്റും സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് നമ്മളുടെ എന്ത് വരുന്നത്, നമ്മളെ പാസ് മാർക്കിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ജനറൽ ആണോ OBC ആണോ എന്നുള്ള രീതിയിൽ മാറ്റം വരില്ല. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിലീജിയൻ സെലക്ട് ചെയ്യണം. കാറ്റഗറി OBC ആണോ OEC ആണോ SC ആണോ ST ആണോ ജനറൽ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് ആണ്. കാസ്റ്റ് നിങ്ങളുടെ SLC ബുക്കിൽ ഉണ്ടാവും. അതെന്താണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. ഫിസിക്കൽ സ്റ്റാറ്റസ് നോർമൽ ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക, കാരണം അവർക്ക് അതിന്റെ റിസർവേഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ജനറൽ കൊടുത്തപ്പോൾ എനിക്ക് എക്സാം ഫീസ് വന്നു 500 വന്നു. ഞാൻ മറ്റേതാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമലി എനിക്ക് 250 ആണ് വരിക. പിന്നെ നമ്മളുടെ കറക്റ്റ് പ്രോപ്പർ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക, വീട്ടുപേര് കൊടുക്കുക. ദെൻ അതോടൊപ്പം തന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് കൊടുക്കുക. തൊട്ടടുത്ത വരിയിലായിട്ട് അല്ലെങ്കിൽ അടുത്ത വരിയിൽ പോസ്റ്റ്, സ്ഥലം അങ്ങനെ കൊടുക്കുക കേട്ടോ. പോസ്റ്റ്, സ്ഥലം, കാര്യങ്ങൾ കൊടുക്കുക. ലാൻഡ് ഫോൺ നമ്പർ നിർബന്ധമില്ല, അതുകൊണ്ട് കൊടുക്കണമെന്നില്ല. മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ ഇമെയിൽ ID നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഇമെയിൽ ID നിർബന്ധമാണ്. ഇമെയിൽ ID നിർബന്ധമില്ല, അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി.
ദെൻ ഐഡന്റിറ്റി പ്രൂഫ് കെപ്റ്റ് എക്സാമിനേഷന് കൊണ്ടുപോകുന്ന ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത് കൊടുക്കുക. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ട് ആധാർ കാർഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആധാർ കാർഡിൽ എന്താണോ നമ്പർ എന്നുണ്ടെങ്കിൽ ആധാർ കാർഡിലത്തെ നമ്പർ കൂടി കറക്റ്റ് കൊടുക്കുക. SSLC പഠിച്ചത് SLC ആണോ ടെക്നിക്കൽ സ്കൂൾ ആണോ, അതേപോലെ തന്നെ CBSE ആണോ ICSE ആണോ ഏതാണെന്ന് അത് കറക്റ്റായി കൊടുക്കുക. SLCയിലെ ഫസ്റ്റ് അപ്പിയർ ചെയ്ത സമയത്തുള്ള രജിസ്റ്റർ നമ്പർ നമ്മൾ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ആ മുകളിൽ കൊടുത്തുകൂടി കൊടുക്കുക. അതിനുശേഷം ഏത് വർഷമാണോ നമ്മൾ ഫസ്റ്റ് SLC അറ്റൻഡ് ചെയ്തത് ആ അറ്റൻഡ് ചെയ്ത വർഷം കൂടി കൊടുക്കുക. ദെൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചൂസ് ഫയൽ കൊടുക്കുന്നു. നമ്മളുടെ സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യും. ദെൻ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. ഞാനിത് റാൻഡായിട്ട് കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സേവ് വന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്തു, ഒരു വട്ടം കൂടി ചെക്ക് ചെയ്യാനുള്ള അവസരം തന്നു. നമ്മളുടെ ഫോട്ടോ ഇവിടെ വരും, അതോടൊപ്പം തന്നെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേയ്മെന്റിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നു പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പേയ്മെന്റ് അടക്കുന്നതുമായി പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ പ്രൊസീഡ് കൊടുക്കുന്നു. ഇപ്പം ഈ പേയ്മെന്റ് വിൻഡോയിലോട്ടാണ് പോകുന്നത്. അടുത്തത് പേയ്മെന്റ് വിൻഡോ ആണ്. പേയ്മെന്റ് വിൻഡോന് മുന്നേ നമുക്ക് കാണിക്കുന്ന കാറ്റഗറി 4ലാണ്. നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടും, ഒരു അപ്ലിക്കേഷൻ ID കിട്ടും, ഫീസ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ID നിങ്ങൾ കൃത്യമായിട്ട് എവിടെയെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം. കാരണം ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ കയറേണ്ടത്. പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമ്മളെ ഇതിലേക്ക് മെസ്സേജും കാര്യങ്ങളും വരും. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഇത് വരുന്ന കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പർ കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ID സെപ്പറേറ്റ്ലി എഴുതി വെക്കുക. ദെൻ അത് പ്രിന്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യും. പ്രിന്റ് അടിക്കണമെന്നില്ല, ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്തിട്ട് നമ്മളെ സിസ്റ്റത്തിലോട്ട് എന്ത് ചെയ്താൽ മതി, സേവ് ചെയ്താൽ മതി അല്ലേ. KTech ഡീറ്റെയിൽസ് ഞാൻ സേവ് ചെയ്ത് വെക്കുകയാണ്. ഡീറ്റെയിൽസ് എന്നുള്ളത് സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കാനാണ്. ഞാൻ ഇവിടെ പേയ്മെന്റ് കൊടുക്കുന്നു. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ SBIന്റെ ePay വഴി ഒരു പേയ്മെന്റ് വിൻഡോയിലോട്ടാണ് അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വെച്ച് പേയ്മെന്റ് ചെയ്യാം. ഇന്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിൽ SBI സെലക്ട് ചെയ്തിട്ട് SBIയിൽ ഏതിലാണോ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് പോകാം. ഇനി എല്ലാവരുടെ കയ്യിലും ATM കാർഡ് ഉണ്ടാവും. ഏറ്റവും ബെറ്റർ ATM കാർഡ് സെലക്ട് ചെയ്യാം. നമ്മുടെ ATM കാർഡ് മൊത്തം ഒരു 12 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ എന്ത് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ATM കാർഡും എല്ലാം നമ്പർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ തെറ്റായ നമ്പർ അടിച്ചുകൊണ്ടാണ്. ആ നമ്പർ അതേപോലെ തന്നെ നമ്പറിലുള്ള കാർഡ് ഹോൾഡറിന്റെ നെയിം കാര്യങ്ങൾ കൊടുത്തിട്ട് പേനോ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ഫോണിലോട്ട് ഒരു OTP വരും. ആ OTP അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു KTechന്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞോട് കൂടി തന്നെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് അടിക്കാനും പേയ്മെന്റ് അടച്ചതിന്റെ പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ എന്തുണ്ടായിരിക്കും, വരും. അപ്പോൾ ഇങ്ങനെയാണ് KTechന്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് പേയ്മെന്റ് അടക്കുന്നവരെ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് KTech ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. KTechന്റെ കാറ്റഗറി 4 സ്വിങ്ങിന്റെ ക്ലാസ്സസ് ഫസേറ ഫാഷനിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ പ്ലേ സ്റ്റോറിലെ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ക്ലാസ്സസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ ഈ KTech തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കാൻ ശ്രമിക്കുക. എങ്കിലേ ഇനി വരാൻ പോകുന്ന സ്വിംഗ് ടീച്ചർ പോസ്റ്റുകളിലോട്ടൊക്കെ നമുക്ക് എക്സാം എഴുതുന്നതിനൊക്കെ KTech ക്വാളിഫിക്കേഷൻ വേണ്ടത് കൊണ്ട് നമുക്കത് എഴുതിയെടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വിംഗുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകളെല്ലാം ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക്